ഹായ് ദർ ബിഗിനർ ക്രോഷേ ട്യൂട്ടോറിയൽ സീരീസ് പാർട്ട് 6. അപ്പോൾ ഇന്ന് നമുക്ക് മാജിക് റിങ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ടെയിൽ യാൺ എടുത്തിട്ട് വർക്കിംഗ് യാണിനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് വിരൽ കൊണ്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹുക്ക് കൊണ്ട് മേലത്തെ യാണിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് വർക്കിംഗ് യാണ് പുള്ള് ചെയ്യുക. ദെൻ ഡു എ ചെയിൻ സ്റ്റിച്ച്. ഡബിൾ ക്രോഷേ ആണെങ്കിൽ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ സിംഗിൾ ക്രോഷേ മാജിക് റിങ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനി സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. ദെൻ ഇൻസേർട്ട് ദ ഹുക്ക് ത്രൂ 2 യാൺസ്, yarn over and pull a loop, then make a single crochet. ഞാനിവിടെ 6 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാറ്റേൺ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ഫിംഗറിൽ നിന്ന് ഈ സർക്കിൾ പുറത്തെടുത്തിട്ട് വേണമെങ്കിലും സ്റ്റിച്ചസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ അധികം ടൈറ്റ് അല്ലാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി മാജിക് റിങ് യൂസ് ചെയ്യൽ അമിഗുരമി, ഹാറ്റ്സ്, ഫ്ലവേഴ്സ് ഓർ എനി അതർ റൗണ്ട് ഓർ സർക്കിൾ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിംഗിൾ ക്രോഷേസ് ചെയ്തതിന് ശേഷം ടെയിൽ യാണ് നല്ല ടൈറ്റായിട്ട് വലിക്കുക. അപ്പോൾ നമുക്ക് ആ സർക്കിൾ ക്ലോസ് ആയി കിട്ടും. ഇനി ഫസ്റ്റ് ചെയ്ത് സിംഗിൾ ക്രോഷേൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ആൻഡ് പുൾ എ ലൂപ്പ്, ദെൻ ഡു എ സ്ലിപ്പ് സ്റ്റിച്ച്. ദിസ് ഈസ് ഹൗ വി ഡു മാജിക് റിങ്. ഈ ഒരു സ്റ്റിച്ചിന് മാജിക് സർക്കിൾ എന്നും പറയും. അപ്പോൾ ഫോളോ ഫോർ മോർ ക്രോഷേ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ്.